നമസ്കാരം, ഞാൻ ഡോക്ടർ നിത വർഗീസ്. ഇന്ന് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു ആയുർവേദ രസായന ഔഷധത്തെക്കുറിച്ചാണ് പറയുന്നത്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും അത് നിലനിർത്തുവാനും അതുപോലെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഏതാണ് നല്ലൊരു ഔഷധമെന്ന് ഒരു ആയുർവേദ ഡോക്ടറോട് ചോദിച്ചാൽ ഏറ്റവും ആദ്യം അവരുടെ മനസ്സിൽ വരുന്ന ഒരു ആയുർവേദ ഔഷധമാണ് ചവനപ്രാശം. അപ്പം ചവനപ്രാശത്തിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്, ആർക്കെല്ലാം ഉപയോഗിക്കാം, ആരെല്ലാമാണ് ഒഴിവാക്കേണ്ടത്, അതുപോലെ ഈ ചവനപ്രാശം കഴിച്ചാൽ അതിന് പാർശ്വഫലങ്ങളുണ്ടോ, അതിൻ്റെ ഡോസേജ് എത്രയാണ് എന്നതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ച്യവന മഹർഷിക്ക് അകാലത്തിൽ വാർദ്ധക്യവും ശരീരനാശവും സംഭവിച്ചപ്പോൾ അശ്വിനി ദേവന്മാർ ഉപദേശിച്ചു കൊടുത്ത ഒരു രസായന ഔഷധമാണ് ച്യവനപ്രാശം എന്നതാണ് ഐതിഹ്യം. ചരക സംഹിതയിലും അഷ്ടാംഗ ഹൃദയത്തിലും തുടങ്ങിയ ആയുർവേദ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ച്യവനപ്രാശത്തിൻ്റെ നിർമ്മാണ രീതിയും അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെല്ലാം വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്നത് 50-ലധികം ആയുർവേദ ഔഷധ സസ്യങ്ങളും ധാതുക്കളും എല്ലാം ചേർന്നതാണ് ച്യവനപ്രാശം. അതിൽ പ്രധാന ചേരുവ നെല്ലിക്കയാണ്. വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള നെല്ലിക്കയാണ്, 500 നെല്ലിക്കയാണ് ഒരു ചവനപ്രാശം യോഗത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ അശ്വഗന്ധ, ശതാവരിക്കിഴങ്ങ്, തിപ്പലി, അതുപോലത്തെ ചേരുവകൾ ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതിനാൽ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ വളരെ വലുതാണ്. അപ്പോൾ ഈ ചവനപ്രാശത്തിൽ എന്തെല്ലാം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിനകത്ത് കാൽസ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, മാഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളും അതിൽ വൈറ്റമിൻസിൻ്റെ കാര്യത്തിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ തുടങ്ങിയവയും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നാരുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് ച്യവനപ്രാശം. അപ്പോൾ നമുക്ക് ച്യവനപ്രാശത്തിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, രോഗപ്രതിരോധ ശേഷിക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്, അതുപോലെ തന്നെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വളരെ നല്ലതാണ്. എന്നീ ഗുണങ്ങൾ മാത്രമല്ല ച്യവനപ്രാശത്തിനുള്ളത്, ഒട്ടനവധി പറഞ്ഞാൽ തീരാത്ത അത്തരം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ആയുർവേദ ഔഷധമാണ് ച്യവനപ്രാശം. അപ്പോൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ രോഗങ്ങൾ വരുന്നത് തടയാൻ ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് ഈ ച്യവനപ്രാശം എന്ന് പറഞ്ഞല്ലോ. കാരണം അതിൽ അടങ്ങിയിരിക്കുന്ന ചേരുവകളുടെ പ്രത്യേകതകൾ കൊണ്ട് തന്നെയാണ്. അത് ആൻറ്റി ബാക്ടീരിയലും ആണ്, ആൻറ്റി ഫംഗൽ ആണ്, ആൻറ്റി മൈക്രോബിയൽ ആണ്. അതായത് അണുബാധ തടയാൻ സഹായിക്കുന്ന, അതായത് രോഗങ്ങൾ വരുമ്പോൾ പകരാനായിട്ട് പകർച്ചവ്യാധികളൊക്കെ തടയാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ച്യവനപ്രാശം. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ കൊടുക്കുന്നത്. കുട്ടികൾക്ക്, മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഔഷധം തന്നെയാണ്. കർക്കിടകത്തിൽ സേവിക്കാൻ പറയുന്ന ഒരു രസായന ഔഷധം തന്നെയാണ് ച്യവനപ്രാശം. കാരണം നമുക്ക് ദഹനശക്തി വളരെ കുറഞ്ഞ് അതുപോലെ പകർച്ചവ്യാധികളും ഒക്കെ ഒരുപാട് ഉണ്ടാകുന്ന ഒരു കാലമാണ് മഴക്കാലം. കർക്കിടകത്തിൽ നമുക്ക് ഒരു രസായന സേവ പോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ച്യവനപ്രാശം. അതുപോലെ തന്നെ രക്തക്കുറവുള്ളവർക്കും ഹിമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും അതുപോലെ വെളുത്ത രക്താണുക്കളെ വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ചേരുവകൾ ഈ ച്യവനപ്രാശത്തിലുണ്ട്. അപ്പോൾ അത് കഴിക്കുമ്പോൾ തന്നെ ക്ഷീണവും തളർച്ചയും ഒക്കെ മാറ്റാനും അതുപോലെ തന്നെ നല്ല ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ച്യവനപ്രാശം. അതുപോലെ നമ്മൾ പറയും, കുട്ടികൾക്ക്, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് നിർബന്ധമായിട്ടും ഇത് ച്യവനപ്രാശം കൊടുക്കണം എന്ന് പറയാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾ സ്കൂളിൽ പോയി കിട്ടുന്ന പകർച്ചവ്യാധികൾ തടയാൻ സഹായിക്കും. അതുപോലെ തന്നെ ഓർമ്മശക്തിയും ജാഗ്രത അല്ലെങ്കിൽ ഏകാഗ്രത ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചേരുവകളും ഈ ച്യവനപ്രാശത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പഠനത്തിൽ കോഗ്നിറ്റീവ് എബിലിറ്റി ഒക്കെ കൂട്ടാൻ സഹായിക്കുന്ന ചേരുവകളൊക്കെ ഈ ച്യവനപ്രാശത്തിൽ അടങ്ങിയിരിക്കുന്നതിനാൽ കുട്ടികൾക്ക് വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ കണ്ണുകൾക്ക് കാഴ്ചക്കുറവ്, അതായത് ബാക്ക് ബെഞ്ചിലിരിക്കുന്ന കുട്ടികൾ ബോർഡ് കാണുന്നില്ല എന്നൊക്കെ പറയുന്ന ആ അവസ്ഥയിലൊക്കെ, അതായത് സ്കൂൾ ഗോയിങ്ങിലുള്ള മയോപ്പിയ കണ്ടീഷൻസ്, കണ്ണുകളുടെ കാഴ്ചക്കുറവിനൊക്കെ
ഈ ചവനപ്രാശം വളരെ ഫലപ്രദമാണ്. നെല്ലിക്ക കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഒക്കെ വളരെ ഫലപ്രദമായ ഒന്നാണ് ചവനപ്രാശം. അതുപോലെ ചവനപ്രാശത്തിൻ്റെ മറ്റു ഗുണങ്ങൾ ഉള്ളത് നമ്മുടെ ചർമ്മത്തിന് ആണ്. സ്കിൻ, അതായത് ചർമ്മത്തിന് തിളക്കം കൂട്ടാനൊക്കെ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ചേരുവകൾ ഇതിൽ അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മുടെ ചർമ്മത്തിന് തിളക്കം കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന അണുബാധകൾ തടയാനും ഈ ചവനപ്രാശം സഹായിക്കും. അതുപോലെ മുഖത്ത് വീഴുന്ന ചുളിവുകൾ, ഇപ്പോൾ പറഞ്ഞില്ലേ ചവന മഹർഷിക്ക് വാർദ്ധക്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചപ്പോൾ ഉണ്ടാക്കി കൊടുത്ത അശ്വിനി ദേവന്മാർ പറഞ്ഞു കൊടുത്ത ഔഷധമാണ്. ഹോർമോണുകളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ചവനപ്രാശം. ഹോർമോണുകളെ നിയന്ത്രിക്കുന്ന എൻഡോക്രൈൻ സിസ്റ്റത്തെ ശക്തിപ്പെടുത്താൻ ചവനപ്രാശം സഹായിക്കുന്നു. ആയുർവേദ പ്രകാരം നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ സന്തുലിതമാക്കുന്ന വാതപിത്ത കഫ എന്നീ ദോഷങ്ങളെ സന്തുലിതമാക്കാനും ചവനപ്രാശം സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ ഉറക്കമില്ലായ്മയ്ക്കും വിഷാദ ഭാവത്തിനും, വിഷാദ രോഗം ആയിട്ട് അത് ഒരു കാര്യം ചെയ്യാൻ ഒരു ഉന്മേഷവും ഇൻട്രസ്റ്റും ഇല്ലാതെ ഇരിക്കുന്നവർക്കും ചവനപ്രാശം വളരെ സഹായകമായ ഒരു ഔഷധമാണ്. അശ്വഗന്ധ എന്ന ഔഷധം ചേർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഉത്കണ്ഠയും അതുപോലെ മാനസിക സമ്മർദ്ദവും കുറയ്ക്കാനും നല്ല ഉറക്കം പ്രദാനം ചെയ്യാനും ചവനപ്രാശത്തിന് കഴിയും. കേന്ദ്രനാഡീ വ്യവസ്ഥയെ ശാന്തമാക്കാനും ശരീരത്തിന് വിശ്രമം നൽകാനും ഇതുമൂലം നല്ല ഉറക്കം ലഭിക്കാനും സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് ചവനപ്രാശം. അതിൽ തിപ്പലി അടങ്ങിയിട്ടുള്ളതുകൊണ്ട്, തിപ്പലി തന്നെയല്ല കുരുമുളക്, ഏലം എല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനും നല്ല ദഹനശക്തിയും മെറ്റബോളിസം കറക്റ്റാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ മലബന്ധം ഒഴിവാക്കാനും നന്നായിട്ട് ശോധനയ്ക്കൊക്കെ സഹായിക്കുന്ന ഒരു ഔഷധമാണ് ചവനപ്രാശം. അതുപോലെ മുടി കൊഴിച്ചിൽ തടയാനും അതുപോലെ മുടിയുടെ വളർച്ച ത്വരിതപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു ഔഷധമാണ് ചവനപ്രാശം. ഇനി ഇത് ആർക്കെല്ലാം കഴിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, അതായത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണ്. അതുപോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, അതായത് ലൈംഗിക ശേഷി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ് ചവനപ്രാശം. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിലൊക്കെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വളരെ ഫലപ്രദമായ ഒരു ഔഷധം തന്നെയാണ് ചവനപ്രാശം. ഇനി ചവനപ്രാശം ആർക്കെല്ലാം കഴിക്കാൻ പാടില്ല എന്ന് നോക്കാം. ഗർഭിണികൾക്കും അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കും ചവനപ്രാശം കഴിക്കുന്നത് നല്ലതല്ല. പ്രമേഹ രോഗികൾക്ക് സ്ഥിരമായിട്ട് കഴിക്കാൻ നല്ലതല്ല എന്നാണ് ഉദ്ദേശിച്ചത്. വല്ലപ്പോഴും ഒരു ടേബിൾ സ്പൂൺ കഴിക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലതല്ല. കാരണം അതിൽ കൽക്കണ്ടവും ശർക്കരയും തേനും തുടങ്ങിയ മധുരമുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർന്നുകൊണ്ട് തന്നെ പ്രമേഹ രോഗികളും കഴിക്കുന്നത്, സ്ഥിരമായിട്ട് കഴിക്കുന്നത് അത്ര നല്ലതല്ല. അതുപോലെ ഇതിന് ഡോസേജ് നമ്മൾ തീരുമാനിക്കുന്നത് ശരീരത്തിൻ്റെ ഭാരം, അതുപോലെ ദഹനശക്തി, ആരോഗ്യസ്ഥിതി, പ്രായം ഇതെല്ലാം കണക്ക് വെച്ചിട്ടാണ്. അപ്പം അതുകൊണ്ട് ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അളവ് സ്വീകരിക്കുന്നതാണ് നല്ലത്. എങ്കിലും ഒരു മുതിർന്ന ഒരാൾക്ക് മറ്റ് രോഗാവസ്ഥകൾ ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് കഴിക്കാവുന്നത് ഒരു ടേബിൾ സ്പൂൺ രാവിലെയും വൈകിട്ടും കഴിക്കാം. ഇത് കഴിച്ചതിന് ശേഷം ചെറു ചൂടുള്ള വെള്ളമോ പാലോ കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കുട്ടികൾക്കാണെങ്കിൽ ഒരു ടീസ്പൂൺ രാവിലെയും വൈകിട്ടും കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ ചവനപ്രാശത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇതിൻ്റെ പാർശ്വഫലങ്ങൾ എന്ന് പറയാൻ ഒന്നും തന്നെയില്ല. ഏത് സമയത്തും കഴിക്കാവുന്ന, എല്ലാവർക്കും കഴിക്കാവുന്ന, നിത്യരസായനത്തിൽ പെടുന്ന ഒരു ഔഷധം തന്നെയാണ് ചവനപ്രാശം. അപ്പോൾ അത് വളരെ വിശ്വസ്തയോടുകൂടി ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നോ ഒക്കെ മേടിച്ച് കഴിക്കുന്നതാകും നല്ലത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മറ്റു കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.